ഹലോ ഗൈസ്, മലയാളത്തിന് സ്വന്തം ബേബി ശാലിനെ കിട്ടിയ ഐത്തണൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി. ഈ ഒരു സിനിമയെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഫാൻ ബോയ് പണ്ണലായതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയിൽ നമ്മുടെ ഐത്തണ്ണന് കൊടുത്തിരിക്കുന്ന പേര് AK എന്നാണ്. സംഭവം നമ്മുടെ AK ഇൻ്റർനാഷണൽ കണക്ഷൻസ് ഉള്ള വലിയൊരു ഗ്യാങ്സ്റ്ററാണ്. മുംബൈയെ കിടുകിട വിറപ്പിച്ച ഇദ്ദേഹം തനിക്കൊരു കുട്ടി ഉണ്ടായപ്പോൾ കാണാൻ ചെന്നപ്പോൾ സ്വന്തം ഭാര്യ പറഞ്ഞു, നിങ്ങളുടെ കൈകൊണ്ട് കൊച്ചിനെ തൊടരുതെന്ന്. അത് കേട്ടതും AK ഒരു പ്രതിജ്ഞ എടുക്കും. താൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കെല്ലാം നിയമം അനുവദിക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങി തൻ്റെ മകൻ്റെ 18ാമത്തെ പിറന്നാളിന് ഇനി വരുമെന്ന്. അങ്ങനെ നമ്മുടെ AK ജയിലിൽ കഴിയുകയാണ്. ഒരു മിനിറ്റ്, ചെറിയൊരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് ഉണ്ട്. ഈ ഒരു ജയിൽ ഏത് യൂണിവേഴ്സിലാണെന്ന് മാത്രം എന്നോട് ചോദിക്കരുത്, കാരണം അതുപോലത്തെ കാട്ടപരാധങ്ങളൊക്കെയാണ് ഈ ഒരു ജയിലിൽ അരങ്ങേറുന്നത്. ഈ ഒരു സിനിമയിൽ നമ്മുടെ മലയാള സിനിമയുടെ ഒഫീഷ്യൽ ഷാർപ്പ് ഷൂട്ടറായ ചേട്ടനുമുണ്ട്. ഇങ്ങേരുണ്ടെങ്കിൽ അറിയാലോ, നായകൻ്റെ അടി വാങ്ങി കൂട്ടുമെന്നത് ഉറപ്പാണ്. ഈ ഒരു സിനിമയിലും മെഡിക്കൽ മിറക്കിൾസ് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഷാർപ്പ് ഷൂട്ടർ ചേട്ടൻ തൻ്റെ ജയിൽ ചാടാനുള്ള പദ്ധതി തൻ്റെ സെൽമേറ്റിനോട് പറയുകയാണ്. ആ സെൽമേറ്റിനെ കണ്ടതും എനിക്കും നല്ല വിഷമമുണ്ട്. ആ പോട്ടെ, നമ്മുടെ ഷാർപ്പ് ഷൂട്ടർ പോലീസുകാർക്കെല്ലാം സൂപ്പ് കൊടുത്ത് മയക്കി കുറച്ച് ജയിൽ പുള്ളികളെ കൊണ്ട് ജയിൽ ചാടാൻ പോവുകയാണ്. അപ്പോൾ താണ്ടടാ നമ്മുടെ AK പോലീസ് വേഷത്തിൽ വന്ന് എല്ലാവരെയും അടിച്ചിടും. ആസ് യൂഷ്വൽ നമ്മുടെ ഷാർപ്പ് ഷൂട്ടർക്കും കണക്കിന് കിട്ടി. നമ്മുടെ AK അവനോട് പറയും, നീ നിൻ്റെ ഫാമിലിയെ കാണാനല്ലേ ജയിൽ ചാടിയത്, നീ നിൻ്റെ തെറ്റുകൾക്കെല്ലാം ശിക്ഷ അനുഭവിച്ചിട്ട് നല്ലൊരു മനുഷ്യനായി വേണം തിരിച്ചു പോകാനെന്ന്. AKയുടെ ഫാമിലി ഇപ്പോൾ സ്പെയിനിലാണ്. തൃശ തൻ്റെ മകനോട് ഡാഡിക്ക് ഇന്ത്യയിൽ വലിയ ബിസിനസ്സാണെന്നും അതുകൊണ്ടാണ് മോനെ കാണാൻ വരാത്തതെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. 17 വർഷം സ്വന്തം മോനെ കാണാൻ വരാതെ ഇയാൾ അവിടെ എന്ത് മാങ്ങ പറിക്കുകയാണെന്ന് ഒരു ചിന്ത അവൻ്റെ മനസ്സിൽ വന്നെങ്കിലും അവനത് ചോദിച്ചിട്ടില്ല, കാരണം അവനൊരു ഡാഡീസ് ലിറ്റിൽ പ്രിൻസ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ AK ഒരു സുപ്രഭാതത്തിൽ ജയിൽ മോചിതനാവുകയാണ്. തൻ്റെ ആയുധശേഖരങ്ങളെല്ലാം അദ്ദേഹം നശിപ്പിച്ചു കളയുകയാണ്. അങ്ങനെ ആ നാട്ടിലെ എല്ലാ ഗ്യാങ്സ്റ്റേഴ്സിനെയും AK ഒന്നിച്ചു കൂട്ടുകയാണ്. അവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് സമാധാനപരമായി അവിടെ നിന്ന് ഇറങ്ങുവാൻ തുടങ്ങുമ്പോൾ AKയ്ക്ക് ഒരു കോൾ വരികയാണ്. തൃശ വിളിച്ചിട്ട് പറയുകയാണ്, നമ്മുടെ മകനായ വിഹാനെ ആരൊക്കെയോ സ്പെയിനിൽ വെച്ച് കിഡ്നാപ്പ് ചെയ്തെന്ന്. അത് ചെയ്തത് അവിടെ കൂടിയ ഗ്യാങ്സ്റ്റേഴ്സ് ആണെന്ന് കരുതിയ AK ഡോർ ലോക്ക് ചെയ്ത് എല്ലാത്തിനെയും ഇടിക്കും. അങ്ങനെ ഇടിയും പിടിയുമായിട്ട് കുറച്ച് സമയം അങ്ങോട്ട് പോകും. പിന്നീട് നമ്മുടെ AK സ്പെയിനിലെത്തുകയാണ്. സ്പെയിനിൽ വെച്ച് തൻ്റെ മകനെ ഡ്രഗ്സ് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണെന്ന് AK അറിയും. AK തൻ്റെ മകനോട് സംസാരിക്കുമ്പോൾ അവൻ പറയും, അവനും അവൻ്റെ ഗേൾഫ്രണ്ടും കൂടി കറങ്ങുവാൻ പോയപ്പോൾ ഒരു ഗ്യാങ് വന്ന് ഇവന് ഗേൾഫ്രണ്ടിനെ വെടിവെച്ച് കൊല്ലുകയും വണ്ടിയിൽ ഡ്രഗ്സ് വെക്കുകയും ചെയ്തെന്ന്. ഈ ഗേൾഫ്രണ്ട് മറ്റാരുമല്ല, മലയാളത്തിൽ നിന്ന് വന്ന ദിവസം തന്നെ ഫീൽഡ് ഔട്ടായ അന്യഭാഷകളിൽ പൊങ്ങിയ പ്രിയ വാര്യറാണ്. ഉള്ളത് പറയാലോ, ഈ സിനിമയിൽ അല്പം വൃത്തിക്ക് അഭിനയിച്ചിട്ടുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന AK പറയും, നിൻ്റെ ബർത്ത്ഡേക്ക് മുൻപ് നിന്നെ ഞാൻ പുറത്തിറക്കുമെന്ന്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ അർജുൻ ദാസ് അവതരിപ്പിക്കുന്ന ജോണി എന്ന കഥാപാത്രമാണ്. ഇവരും സ്പെയിനിലെ തന്നെ വലിയൊരു ഗ്യാങ്സ്റ്റർ ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. പല രാജ്യത്തുമുള്ള ഗ്യാങ്സ്റ്റേഴ്സിനെയും കള്ളപ്പണങ്ങൾ വെളുപ്പിക്കുന്നതും സൂക്ഷിക്കുന്നതുമാണ് ഇവന്മാരുടെ പണി. അങ്ങനെ നമ്മുടെ AK ഇവരുടെ ഈ ബാങ്കിലേക്ക് വരികയാണ്. ബാങ്കിൽ നിന്ന് AKയുടെ ഫോട്ടോ എടുത്ത് ഒരു മൊട്ട ജോണിക്ക് അയച്ചു കൊടുക്കും. ഇതാരാണെന്ന് ചോദിച്ച് AKയുടെ ഫോട്ടോ എടുത്ത് ജോണി ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലിടും. ഉടനെ തന്നെ ആ ഗ്യാങ്സ്റ്റേഴ്സ് എല്ലാം ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവുകയാണ്. പിന്നെ അവിടെ ഒരു ഫൈറ്റാണ്. ഫൈറ്റിൻ്റെ അവസാനം മൊട്ട AK കെട്ടി തൂക്കിയിടുകയാണ്. ശേഷം ജോണിയെ വീഡിയോ കോൾ ചെയ്തിട്ട് AK ആ വീഡിയോയിൽ കൂടെ സിനിമയിലെ ആ ട്വിസ്റ്റ് അങ്ങോട്ട് പറയും. സംഭവം എന്തെന്നാൽ ജോണിക്ക് ഒരു ടിൻ ബ്രദർ കൂടെയുണ്ട്, പേര് ജാമി. പക്ഷേ ഈ ലോകത്ത് വേറെ ആർക്കും തന്നെ ഇതറിയത്തില്ല. തൻ്റെ ഫാമിലിയെ തൊട്ട് കളിച്ച നിന്നെയൊക്കെ തീർക്കുമെന്ന് പറഞ്ഞ് AK ഇവരുടെ ബാങ്ക് ബോംബ് വെച്ചങ്ങ് നശിപ്പിക്കും. ജോണിക്ക് AKയുടെ ഫാമിലിയോട് പക തോന്നുവാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ജോണി പണ്ടേ ഒരു പിഴയായിരുന്നു, തന്തയേക്കാൾ മോശം. പെണ്ണും കഞ്ചാവുമായി നടന്ന ഇവനെ തെളിവുകളോടെ തൃശ പിടിച്ച് പോലീസിന് കൊടുക്കും. അതിൻ്റെ റിവെഞ്ച് എടുക്കുകയാണ് ഇവനിപ്പോൾ. ഈ ഒരു സമയത്ത് ജോണിയുടെ വലിയ മുതലാളി വന്നിട്ട് പറയും, എൻ്റെ മൊത്തം പവറും നീ എടുത്തു, പക്ഷെ 3 ദിവസത്തിനകം അവനെ കൊന്നില്ലെങ്കിൽ 4ാമത്തെ ദിവസം നിന്നെ ഞാൻ കൊല്ലുമെന്ന്. അങ്ങനെ AK ആരാണെന്ന് അന്വേഷിച്ചിറങ്ങിയാണ് നമ്മുടെ ജോണി ജാമിയും. എക്സ്പ്ലെയിൻ ചെയ്യാനായി വരുന്നത് മറ്റാരുമല്ല, മലയാളത്തിൻ്റെ സ്വന്തം സ്റ്റഫ് സ്റ്റാറായ ഷൈൻ ടോം ചാക്കോ ആണ്. മറ്റാരും ഡബ് ചെയ്തതുകൊണ്ട് ഡയലോഗൊക്കെ നല്ല വൃത്തിക്ക് കേൾക്കാമായിരുന്നു. ഇപ്പോൾ നമ്മുടെ AKയുടെ ഫ്ലാഷ് ബാക്ക് പറയുകയാണ്. ഷൈൻ ടോം ചാക്കോ കൊറിയയിൽ വോങ്ലി, അമേരിക്കയിൽ ഡോൺ റിക്, അങ്ങനെയുള്ള വലിയ വലിയ ഗ്യാങ്സ്റ്റേഴ്സുമായാണ് നമ്മുടെ AKയുടെ കൂട്ട്.
എല്ലാ ഗ്യാങ്സ്റ്റേഴ്സിനും ഒരു സിഗ്നേച്ചർ സ്റ്റൈൽ ഉണ്ടാകും. അത്തരത്തിൽ നമ്മുടെ AK-യുടെ ഒരു സ്റ്റൈലാണ് ഫോട്ടോഷൂട്ടിനാണെന്ന് പറഞ്ഞ് ശത്രുക്കളെ വിളിച്ചു വരുത്തി കൊല്ലുന്നത്. ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പോഴേ പോകാൻ നിൽക്കുന്ന കുറച്ച് കിഴങ്ങൻ ഗ്യാങ്സ്റ്റേഴ്സ് ജോണിയുടെയും ജാമിയുടെയും കൂട്ടാളികളെല്ലാം ഫോട്ടോഷൂട്ടിനെന്നും പറഞ്ഞ് AK വിളിച്ചു വരുത്തി വെടിവെച്ചങ്ങ് കൊല്ലും. ഇതിൻ്റെ പ്രതികാരമായിട്ട് ജോണിയും ജാമിയും നേരത്തെ കൊന്ന പ്രിയ വാര്യറുടെ മർഡർ കേസും കൂടെ AK-യുടെ മകൻ്റെ തലയിൽ വെക്കും. എന്നിട്ട് AK വിളിച്ചിട്ട് പറയും, നിന്റെ ഭാര്യയും മകനെ കൊല്ലുവാൻ ഞങ്ങൾ ആളെ വിട്ടിട്ടുണ്ട്, നീ ഇതിൽ ആരെ രക്ഷിക്കുമെന്ന്. അപ്പോൾ തൃശ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തെ കൊല്ലാൻ വരുന്നത് സിമ്രാനാണ്. എന്നാൽ AK-യുടെ വൈഫാണെന്ന് മനസ്സിലാക്കിയ ഇവർ അവരെ വെറുതെ വിടും. കാരണം AK-യുടെ എക്സ് ആയിരുന്നു ഇവർ എന്ന് തോന്നുന്നു. ഈ ഒരു ഗ്യാപ്പിൽ AK നേരിട്ട് ചെന്ന് തൻ്റെ മകനെ രക്ഷിക്കും. AKയും ജോണിയും ജാമിയും തമ്മിൽ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ AK ഇവരെ കാണാൻ ഒരു ലക്ഷറി ഷിപ്പിലേക്ക് ചെല്ലും. അങ്ങേര് അവിടെ ചെല്ലുമ്പോൾ തൻ്റെ ഭാവി മരുമകൾ എന്ന് കരുതിയിരുന്ന പ്രിയ വാര്യർ ജോണിയോടൊപ്പം ഡാൻസ് കളിക്കുന്നു. സംഭവം എന്തെന്ന് വെച്ചാൽ ഇവൾ നമ്മുടെ വിഹാനെ നൈസായിട്ട് തേച്ചൊട്ടിച്ചതാണ്. AK അവിടെ നിന്ന് അതിൽ ഒരുത്തനെ അങ്ങ് കൊണ്ടുപോകും. എന്നാൽ അവൻ AK-യുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം സഹോദരനെ രക്ഷിക്കാൻ അവൻ നമ്മുടെ പ്രിയ ചേച്ചി അങ്ങ് വെടിവെച്ച് കൊല്ലും. ഈ ഒരു സീനിൽ തൃശയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതിനെല്ലാം പ്രതികാരം ചെയ്യാൻ വേണ്ടി ഐത്തണ്ണൻ ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അവിടുത്തെ ഫൈറ്റിൽ ഈ പിള്ളേരെ AK ഒരു കാറിൽ കയറ്റി കൊണ്ടുപോകും. അങ്ങനെ പോകുമ്പോൾ ജോണിയുടെയും ജാമിയുടെയും വലിയ മുതലാളി വന്ന് ഈ കാറിനിട്ട് വെടിവെക്കുകയാണ്. എന്നാൽ ഈ കാർ ഒരു ബുള്ളറ്റ് പ്രൂഫാണ്. മാത്രമല്ല നമ്മുടെ CID മൂസയുടെ കാറിൻ്റെ കുറച്ച് സെറ്റപ്പും ഈ കാറിനുണ്ട്. ഈ കാറിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ വെടിയുണ്ടകൾ തീർത്ത് ഇവരെ എല്ലാവരെയും കൊല്ലുകയാണ്. അങ്ങനെ ശത്രുക്കളെല്ലാം ഉന്മൂലനം വരുത്തിയ ശേഷം നമ്മുടെ ഐത്തണ്ണൻ സ്വന്തം ഫാമിലിയിൽ സ്വന്തം മകനോടൊപ്പം ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. അങ്ങനെ ഈ ഒരു സിനിമ കഴിയുകയാണ് സുഹൃത്തുക്കളെ, കഴിയുകയാണ്. അപ്പോൾ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.